ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10 കൽപ്പനകളെ ഏറ്റവും നല്ല രീതിയിൽ പ്രായോഗിക തലത്തിൽ നമുക്കെങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, സ്നേഹം അതാണ് കൽപ്പനകളുടെ എല്ലാം അന്തഃസത്ത. സ്നേഹത്തിന് തന്നെ 2 വശങ്ങളുണ്ട് എന്ന് കണ്ടു, ദൈവസ്നേഹവും സഹോദര സ്നേഹവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കേൾക്കുകയൊക്കെ ചെയ്തു. നമുക്കൊന്ന് ചിന്തിക്കാം. 7ാം ക്ലാസ്സിലെ വേദപാഠം പഠിക്കുന്ന നമുക്ക് 6ാം ക്ലാസ്സിലുള്ളതിനേക്കാളും കുറച്ചും കൂടി ദൈവത്തിലേക്ക് അടുക്കുവാൻ വേദപാഠ ക്ലാസ്സുകളൊക്കെ സഹായിച്ചു. നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം. സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിലൂടെ, വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നതിലൂടെ ദൈവത്തോട് നമുക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ കിട്ടുന്ന അവസരമാണ്. എവിടെയൊക്കെ നമുക്ക് ഈശോയെക്കുറിച്ച് പറയുവാൻ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ പറയുവാൻ ധൈര്യമുള്ളവരായിരിക്കണം. 7ാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല ഉണർവുള്ളവരായിരിക്കണം. കമ്പ്യൂട്ടർ ഗെയിമും മൊബൈലിലെ ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ മറന്നു പോകരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ നല്ല മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കാം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട പ്രായമാണിത്. കൗമാരപ്രായത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ എനർജിയുള്ള, ഏറ്റവും കൂടുതൽ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ് നിങ്ങളുടേത്. അവിടെ ഈ കൽപ്പനകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അത് സഹോദര സ്നേഹത്തിൻ്റെ ബാക്കിയാണ്. നമ്മളോട് 12ാം പാഠത്തിൽ പറയുകയാണ് കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച്. കാരുണ്യ പ്രവൃത്തികളെ 2ആയിട്ട് തിരിക്കാം: ശാരീരികങ്ങൾ, ആധ്യാത്മികങ്ങൾ. ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പ്രകടമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, പ്രകടമായിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യം. ആധ്യാത്മികമായിട്ട് ചെയ്യുന്നത് പ്രകടമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനേക്കാളും ആഴത്തിൽ ഇടപെടൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഈ കാരുണ്യ പ്രവൃത്തികൾക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും 7 ശാരീരികമായിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ ഉണ്ട്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്, അവശരെയും അഗതികളെയും സഹായിക്കുന്നത്, മരിച്ചവരെ അടക്കുന്നത്. ഇതെല്ലാം നിങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യമാണ്. പല സ്കൂളുകളിലും ചില ദിവസങ്ങളിൽ കുട്ടികൾ ഒരു ചോറും പൊതിയും കൂടി കൊണ്ടുവരുന്നു. ആ ചോറും പൊതി പ്രത്യേകമായിട്ട് കളക്ട് ചെയ്യുന്നു. അത് അടുത്തുള്ള ഏതെങ്കിലും അനാഥാലയത്തിലോ അഗതി മന്ദിരത്തിലോ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലോ ഒക്കെ എത്തിച്ചു കൊടുക്കുന്നു. അവിടെ എത്തിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ സ്ഥലത്തെ ആളുകളുടെ സന്തോഷം. ചില സ്കൂളിലെ കുട്ടികൾ ഓരോ ദിവസവും കുറച്ച് പൈസയൊക്കെ സൂക്ഷിക്കുന്നു. ക്രിസ്മസിന് അല്ലെങ്കിൽ ആ വർഷം അവസാനം ടീച്ചേഴ്സും കുട്ടികളെല്ലാവരും കൂടി പോയി സമ്മാനമായിട്ട് കൊടുക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് വിശക്കുന്നവർ ഏറ്റവും വലിയ വേദനയാണ് വിശപ്പിൻ്റെ വേദന. നമ്മുടെ രാജ്യത്ത് 40% ആളുകൾ 2 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു എന്ന് ഞാൻ ഈയിടെ വായിച്ചു. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വെറുതെ
രുചിയില്ല എന്നൊക്കെ പറഞ്ഞ് കളയാറുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ഈ അവധി നാളുകളിൽ നിങ്ങളിരിക്കുമ്പോൾ ഭക്ഷണം ചോദിച്ചു വരുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റണം. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു കേക്കും കൂടി മേടിച്ച് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ വലിയ കേക്ക് മുറിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലെ കൊച്ചുങ്ങൾക്കും കേക്ക് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ അവരുടെ വീട്ടിലെ അപ്പായ്ക്കും അമ്മയ്ക്കും വലിയ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കേക്കൊന്നും മേടിച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് സാർ പറയുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നേ, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്. ചിലവരുടെ വീട്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അലമാരി നിറച്ച് ഉടുപ്പുകൾ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയെ കണ്ടു, +2 കഴിഞ്ഞ ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞു, എനിക്ക് 200 ചുരിദാറുണ്ട്. ഞാൻ ചോദിച്ചു, എത്ര എണ്ണം ഉപയോഗിക്കാറുണ്ട്? ഒരെണ്ണം ഒരു പ്രാവശ്യമേ ഇടുകയുള്ളൂ. കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ മേലെ? ഇല്ല, ഞാൻ ആർക്കും കൊടുക്കില്ല, ഇതെല്ലാം എനിക്ക് വേണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് നല്ലൊരു ശീലമാണ്. നന്നായിട്ട് ഡ്രസ്സൊക്കെ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക. നിങ്ങൾക്ക് സൈസ് കൊണ്ട് ചേരില്ലാത്തത് എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് നല്ലതാണ്. അത് നല്ലൊരു ശീലമാണ്. വീടില്ലാത്ത ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ചെറിയ സംഭാവനകൾ അവർക്ക് വലിയ സഹായമാവും. ചില ഇടവകകളിൽ, ചില രൂപതകളിൽ കുടുംബം വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികളൊക്കെയുണ്ട്. സജീവമായിട്ട് ആ കാര്യങ്ങളിലൊക്കെ പങ്കാളികളാവുക. ഓരോ ദിവസവും നിശ്ചിതമായിട്ടുള്ള ചില തുക അതിൽ നിക്ഷേപിക്കുക. ചിലതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കുക. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങൾ എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യണം. മറ്റൊരു കാര്യമാണ് രോഗികളെയും തടവുകാരെയും ഒക്കെ സന്ദർശിക്കുന്നത്. രോഗി സന്ദർശനവും ജയിൽ സന്ദർശനവുമൊക്കെ ചെറൂഷ്പ മിഷൻ ലീഗിൻ്റെയും മറ്റ് സംഘടനകളുടെയൊക്കെ പ്രവർത്തനമായിട്ട് പല ഇടവകളിലുമുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കാളികളാവണം. ജയിൽ അറകളിൽ ചെല്ലുമ്പോൾ ഏതോ സാഹചര്യത്തിൽ കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ മുന്നിൽ ഒരു പാട്ടൊക്കെ പാടി കേൾപ്പിക്കുക, അവർക്കൊരു മാനസികമായിട്ട് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് വലിയ ഒരു പ്രവർത്തനമാണ്. കാരണം അവർ വീട്ടിൽ നിന്നൊക്കെ മാറി ഏകാന്തമായിട്ട് അവരൊരു സാഹചര്യത്തിൽ തെറ്റ് ചെയ്തു. നമ്മൾ അവരെ വേദനിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, അവരെ ഏതെങ്കിലും രീതിയിൽ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ രോഗിയെ ചെല്ലുന്നു, സന്ദർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, എത്രയും വേഗം സുഖമാവട്ടെ. ആശുപത്രിയിൽ ചെന്ന് നമ്മൾ ടെൻഷൻ ഉണ്ടാക്കരുത്, അനാവശ്യമായിട്ട് നമ്മൾ ടെൻഷൻ ഉണ്ടാക്കരുത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടൻ ഇതുപോലെ പനി വന്നു, ആ ചേട്ടൻ മരിച്ചുപോയി എന്നൊക്കെ ആശുപത്രിയിൽ ചെന്ന് പറയുമ്പോൾ കിടക്കുന്ന രോഗികൾക്ക് ടെൻഷനേ ആവുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് നല്ല രീതിയിൽ രോഗി സന്ദർശനവും തടവറ സന്ദർശനവുമൊക്കെ നടത്തണം. അതൊരു കാരുണ്യ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയുക. അവശരെയും അഗതികളെയും സഹായിക്കുന്നത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. മരിച്ചവരെ അടക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആദരവോടെ ആയിരിക്കണം. ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഓടി നടന്ന് വർത്തമാനം പറയുന്നതൊക്കെ കാണാറുണ്ട്. നിങ്ങളോട് പറഞ്ഞു തരികയാണ്, ചെയ്യരുത്. നമ്മൾ മരിച്ചടക്കിൽ പങ്കെടുക്കുന്നത്, ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയോടുള്ള ആദരവിൻ്റെ ഭാഗമാണ്.
നമ്മളൊരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വേണം ബാക്കിയുള്ള ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആദരവോടെ ഇരിക്കണം. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ശാരീരികമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ടാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ആധ്യാത്മിക തലം. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. ഇന്ന് വരെ മോഷ്ടിക്കാത്ത ഒന്നാണ് അറിവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുവാൻ കഴിവ് കുറഞ്ഞ കുട്ടികൾ നിങ്ങൾ പഠിപ്പിക്കണം. അത് വലിയ കാരുണ്യ പ്രവർത്തനമാണ്. 2 ഗുണമാണ്. 1, നിങ്ങൾ ആ വിഷയം നന്നായിട്ട് മനസ്സിലാക്കും. 2, നിങ്ങൾ വേറൊരാൾക്ക് വലിയ സഹായമാണ്. 2, സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്. കണക്കായിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുക. പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. സംശയം തീർക്കുന്നത്. ചില കുട്ടികളുണ്ട് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്കേണ്ട, എനിക്ക് വേറെ പഠിക്കുവാനുണ്ട്. നോക്കി എഴുതാൻ കൊടുക്കുന്നതല്ല ഇവിടെ. ആ കുട്ടിയുടെ സംശയം തീർക്കുന്നത് കാരുണ്യ പ്രവർത്തനമാണ്. സങ്കടപ്പെട്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നേ. നല്ല അർത്ഥത്തിൽ കൂട്ടുകാർ ഒരാൾ വിഷമിച്ചിരിക്കുന്നു, ഒരു പക്ഷേ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ വീട്ടിലെ എന്തെങ്കിലും കാര്യം ഓർത്തോട്ടായിരിക്കാം, അവരെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആശ്വസിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു പെട്ടെന്നൊരു മരണമുണ്ടായി, ഒന്ന് ഫോൺ വിളിച്ച് നമ്മൾ 1-2 ദിവസം കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നന്മയാണ്. കഴിഞ്ഞ നാളുകളിൽ കോവിഡൊക്കെ വന്നു. നമ്മൾ എത്ര പേര് ബന്ധുക്കളെയൊക്കെ വിളിച്ച് സുഖമാണോ, എന്നാണ്ട് വിശേഷം എന്നൊക്കെ നമ്മളൊന്ന് ചോദിക്കാൻ സമയം കണ്ടെത്തണ്ടേ? തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്. ഒരാൾ തെറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ അനിയനാവാം, നിങ്ങളുടെ അയൽവക്കത്തുള്ള കൂട്ടുകാരനാവാം. തെറ്റ് ചെയ്താൽ അത് തിരുത്തുന്നത് ഒരു ആധ്യാത്മികമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനമാണ്. ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്. നമ്മൾ ആരെയും വിധിക്കാതിരിക്കുക. നീ ചെയ്യുന്നത് മോശമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിൻ്റെ നേരെ 1 വിരലേ ഉള്ളൂ, എൻ്റെ നേരെ 3 വിരലുണ്ട്. നമ്മൾ ആ എല്ലാം തെറ്റിലൂടെ, എല്ലാം കുറ്റപ്പെടുത്തലിലൂടെ അല്ല നമ്മൾ കാണേണ്ടത്. നമുക്കും ചിലവരുടെ കുറവുകളെ നിറവുകളാക്കുന്ന ദൈവമുണ്ട് നമുക്ക്. വി ആർ നോട്ട് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കുറവുകളെ നിറവുകളാക്കുവാൻ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ സന്ധ്യാപ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ജീവനുള്ളതാവട്ടെ. നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന വീട്ടിലെ സ്വർഗം തുറന്ന പ്രതീതിയുള്ളതാവട്ടെ. സ്തുതിപ്പും പാട്ടും നല്ല ഉറക്കെയുള്ള പ്രാർത്ഥനകളും ബൈബിൾ വായനയും സ്തുതി കൊടുക്കുന്നതും എല്ലാം ഉള്ള നല്ല സന്തോഷപ്രദമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാവട്ടെ. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക നൽകിയ ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.